ഐസലബ് ലെവീസിലെ തുടർ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്റ്റോണവേ ഫെറി ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ബസ് സ്റ്റേഷനിലേക്കാണ്. ഇവിടെ നിന്ന് ബസ്സിൽ നമുക്ക് ഹോൾൺ എന്ന സ്ഥലത്തേക്ക് പോകാം. ഈ ഐസലബ് ലെവീസ് 1844 തൊട്ട് സർ ജെയിംസ് മത്സണിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. പിന്നീട് 1918 മെയ് മുതൽ സർ മാഗ്നറ്റ് ലോർഡ് ലെവർഹ്യൂ ലെവീസിൻ്റെ ഉടമയായി. അദ്ദേഹം സ്റ്റോണോവ ഇൻഡസ്ട്രിയൽ ടൗണായി മാറ്റുന്നതിൻ്റെ ഭാഗമായി ഒരു ഫിഷ് കാനറി കൂടി നിർമ്മിച്ചു. തുടക്കത്തിൽ പോപ്പുലറായെങ്കിലും ലാൻഡ് റീസെറ്റിൽമെൻറ്റ് നിയമപ്രകാരം തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഇപ്പോൾ നമ്മൾ ലെവീസിലെ ലോയൽ ലെയർ മോണുമെൻ്റ് കാണുന്നതിനാണ് പോകുന്നത്. ഗാലിക്കിൽ ലോ ലെയർ എന്നാൽ ഈഗിൾ എന്നാണ്. ലെവീസ് ഈ മോണുമെൻറ്റിനെ വിശേഷിപ്പിക്കുന്നത് ക്രൗണിംഗ് സോറോ ഓഫ് ദി വാർ എന്നാണ്. കാരണം 1919 ജനുവരി 1 പുലർച്ചയിൽ HMY ലോ ലെയർ എന്ന യാട്ട് സ്റ്റോണോവ തുറമുഖത്തിനടുത്തായി വലിയൊരു പാറക്കെട്ടിൽ ഇടിച്ചു തകർന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം തങ്ങളുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോവുകയായിരുന്ന സൈനികർ ഉൾപ്പെടെ 280ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു അതിൽ.